ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ മാറ്റങ്ങളിലൊന്നായ E20 പെട്രോളിനെ കുറിച്ചാണ്. ചിലർ പറയുന്നു ഇത് എഞ്ചിൻ നശിപ്പിക്കും, മറ്റു ചിലർ പറയുന്നു ഇതാണ് ഇന്ത്യയുടെ ഭാവി. സത്യം എന്താണ്? നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം, വികാരങ്ങൾ മാറ്റിവെക്കാം, വസ്തുതകളിലൂടെ ഒരു യാത്ര പോകാം. എൻ്റെ പേര് സാദിഖ്. വെൽക്കം ടു സാദിഖ് ടോക്സ്. എന്താണ് E20? E20 എന്നത് വളരെ ലളിതമാണ്. 80% സാധാരണ പെട്രോൾ, 20% എത്തനോൾ. ഈ എത്തനോൾ പ്രധാനമായും കരിമ്പ്, ചോളം, മറ്റ് ധാന്യവിളകൾ എന്നിവയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. അതായത് ഭൂമിയിൽ വളരുന്ന വിളകൾ ഇന്ധനമാകുന്നു. ഇതാണ് E20യുടെ അടിസ്ഥാന ആശയം. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ E20യിലേക്ക് പോകുന്നത്? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ ഒന്നാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നു. മധ്യപൂർവേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായാലോ, ആഗോള എണ്ണവില ഉയർന്നാലോ അതിൻ്റെ ആഘാതം നേരിട്ട് ഇന്ത്യക്ക് അനുഭവപ്പെടും. അതായത് പെട്രോൾ വില കൂടും, ഗതാഗത ചെലവ് കൂടും, വിലകയറ്റം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ കുറക്കണം, അതായത് ക്രൂഡ് കുറക്കണം. അതോടൊപ്പം കർഷകർക്ക് കൂടുതൽ വരുമാനം, വിദേശ നാണയ ലാഭം, മലിനീകരണം കുറയ്ക്കൽ, ഊർജ സുരക്ഷ വർദ്ധിപ്പിക്കൽ, ഇവയാണ് E20 പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പക്ഷേ ഇവിടെ ഒരു അതിശയകരമായ കാര്യമുണ്ട്. ഇന്ത്യ ഇന്നല്ല ഇത് തുടങ്ങിയത്. 2013-14 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പെട്രോളിൽ എത്തനോൾ മിശ്രിതം വെറും 1.5% മാത്രമായിരുന്നു. 100 ലിറ്റർ പെട്രോളിൽ വെറും 1.5 ലിറ്റർ എത്തനോൾ. പക്ഷേ ഇന്ന് ഇന്ത്യ E20 ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ്. അതായത് വെറും ഒരു ദശാബ്ദത്തിനുള്ളിൽ 1.5% നിന്ന് 20%. ഇത് ഒരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബയോഫ്യൂവൽ പരിവർത്തനങ്ങളിൽ ഒന്നാണ്. ഇതിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. 2014 ഇന്ത്യയുടെ എത്തനോൾ ഉൽപാദന ശേഷി ഏകദേശം 421 കോടി ലിറ്റർ മാത്രമായിരുന്നു. ഇന്ന് അത് 2000 കോടി ലിറ്ററിലധികമായി ഉയർന്നിരിക്കുന്നു. അതായത് ഏകദേശം 5 ഇരട്ടിയിലധികം വളർച്ച. ഇന്ത്യ വെറും പെട്രോളിൽ എത്തനോൾ ചേർക്കുകയല്ല ചെയ്യുന്നത്, അതിന് പിന്നിലെ മുഴുവൻ വ്യവസായ ശൃംഖല തന്നെ നിർമ്മിക്കുകയാണ്. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഈ പദ്ധതി 2030 രാജ്യത്തിന്റെ പെട്രോൾ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ഒരു രാജ്യം സമ്പന്നമാകുന്നത് എണ്ണ കണ്ടെത്തിയതുകൊണ്ടല്ല, ഊർജത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ചോദ്യം: ഇത് പരീക്ഷിക്കുന്ന ആദ്യ രാജ്യമാണോ ഇന്ത്യ? ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ. നമുക്ക് ബ്രസീലിന്റെ കഥ നോക്കാം. 1970-കളിൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ എണ്ണ പ്രതിസന്ധിക്ക് ശേഷം ബ്രസീൽ ഒരു വലിയ തീരുമാനമെടുക്കുന്നു. പെട്രോളിൽ എത്തനോൾ ചേർക്കാം. 1975 അവർ പ്രോൾകൂൾ എന്ന വലിയ ദേശീയ പദ്ധതി ആരംഭിച്ചു. കരിമ്പിൽ നിന്ന് എത്തനോൾ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചു. എത്തനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ആദ്യമായി E20, പിന്നീട് E22, E25, ഇന്ന് E27 മുതൽ ചില പ്രദേശങ്ങളിൽ E30 വരെ. ബ്രസീലിൽ ഇന്ന് സാധാരണ പെട്രോൾ പോലും ഏകദേശം 27% എത്തനോൾ അടങ്ങിയിരിക്കുന്നു. ചില വാഹനങ്ങൾ 100% എത്തനോളിൽ പോലും ഓടുന്നു. അവർക്കിതിൽ ഏകദേശം 50 വർഷത്തെ അനുഭവ പാരമ്പര്യമുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിജയകരമായി ബയോഫ്യൂവൽ മാതൃകകളിലൊന്നാണ് ബ്രസീൽ. മറ്റൊരു ഉദാഹരണം നോക്കാം. തായ്ലൻഡ്. 2008 മുതൽ E20 അവിടെ വ്യാപകമായി ലഭ്യമാണ്. ഏകദേശം 18 വർഷത്തെ അനുഭവം. സർക്കാരും വാഹന നിർമ്മാതാക്കളും ഇന്ധന കമ്പനികളും ചേർന്ന് ദീർഘകാല പദ്ധതികളിലൂടെയാണ് അവർ മുന്നോട്ട് പോയത്. അതിനാൽ E20 എന്ന ആശയം പുതിയതോ പരീക്ഷിക്കപ്പെടാത്തതോ അല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ
പ്രശ്നങ്ങളൊന്നുമില്ലേ? ഉണ്ട്. അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ലളിതമായി നോക്കാം. ഒന്നാമത്തെ വിഷയം മൈലേജ്. എത്തനോളിൽ പെട്രോളിയത്തിനേക്കാൾ ഊർജ്ജ സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് ചില വാഹനങ്ങളിൽ ഏകദേശം 3 മുതൽ 5% വരെ മൈലേജ് കുറയാം. ഇത് രാഷ്ട്രീയ അഭിപ്രായമല്ല, ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ വിഷയം പഴയ വാഹനങ്ങൾ. 2010 മുൻപ് നിർമ്മിച്ച പല വാഹനങ്ങളും E20 കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്തവയല്ല. അതിനാൽ ചില പഴയ വാഹനങ്ങളിൽ റബ്ബർ സീലുകൾ, ഫ്യൂവൽ പൈപ്പുകൾ തുടങ്ങിയ ഘടകങ്ങളിൽ കൂടുതൽ തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വാഹന നിർമ്മാതാക്കൾ E20 അനുയോജ്യമായ രീതിയിൽ വാഹനം നിർമ്മിക്കുന്നത്. മൂന്നാമത്തെ വിഷയം ഭക്ഷണമോ ഇന്ധനമോ. ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. കരിമ്പും ചോളവും ധാന്യങ്ങളും മനുഷ്യർക്ക് ഭക്ഷണമായി ഉപയോഗിക്കണോ, അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ഇന്ധനമാക്കണോ? ഇത് വെറും സാമ്പത്തിക ചോദ്യമല്ല, ഒരു നൈതിക ചോദ്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഇന്ന് ഇന്ത്യ ദിവസവും ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നു. അതിൽ ഭൂരിഭാഗം ഇറക്കുമതിയാണ്. അതായത് എണ്ണ വിലയിൽ ചെറിയ മാറ്റം വന്നാലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. E20 പോലുള്ള പദ്ധതികൾ വിജയിച്ചാൽ ഓരോ വർഷവും വലിയ തോതിൽ വിദേശ നാണയം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ കഴിയും. അതുകൊണ്ടാണ് ഇത് വെറും വാഹന ഇന്ധനത്തിന്റെ കഥയല്ല, ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെ കഥയാണ്. അപ്പോൾ ഇന്ത്യ ഇതിൽ വിജയിക്കുമോ? വിജയിക്കാം, പക്ഷേ ചില നിബന്ധനകളുണ്ട്. കർഷകർക്ക് ന്യായമായ വില ലഭിക്കണം. വെള്ളത്തിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കണം. എത്തനോൾ ഉൽപാദനം ഭക്ഷ്യസുരക്ഷയെ ബാധിക്കരുത്. വാഹന നിർമ്മാതാക്കൾ കൂടുതൽ E20 അനുയോജ്യമായ എഞ്ചിനുകൾ വികസിപ്പിക്കണം. ഉപഭോക്താക്കൾക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കണം. ബ്രസീലിലും തായ്ലൻഡിലും ഇത് വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് കഴിയില്ല? എന്നാൽ ഇന്ത്യയുടെ വലുപ്പം വളരെ വലുതാണ്, ജനസംഖ്യ വലുതാണ്, വാഹനങ്ങളുടെ എണ്ണം വലുതാണ്. അതുകൊണ്ട് വെല്ലുവിളികളും വലുതാണ്. ഇന്ന് ലോകം 3 വഴികളിലൂടെ മുന്നേറുകയാണ്. 1. ഇലക്ട്രിക് വാഹനങ്ങൾ. 2. എത്തനോൾ പോലുള്ള ബയോഫ്യൂവലുകൾ. 3. ഹൈഡ്രജൻ. ബ്രസീൽ എത്തനോൾ തിരഞ്ഞെടുത്തു. നോർവേ ഇലക്ട്രിക് വാഹനങ്ങളെ തിരഞ്ഞെടുത്തു. ജപ്പാൻ ഹൈഡ്രജനെ ശക്തമായി പരീക്ഷിക്കുന്നു. ഇന്ത്യ 3 മേഖലകളിലും ഒരേ സമയം മുന്നേറാൻ ശ്രമിക്കുകയാണ്. അവസാനമായ ഒരു കാര്യം, E20 ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, അതൊരു ഊർജ നയമാണ്. അതിൻ്റെ വിജയം തീരുമാനിക്കുന്നത് രാഷ്ട്രീയമല്ല, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാമ്പത്തികം, കർഷകർ, വാഹന നിർമ്മാതാക്കൾ, ഉപഭോക്താക്കൾ, ഇവരുടെ സംയുക്ത വിജയമാണ്. അതുകൊണ്ട് E20 അന്ധമായി പിന്തുണയ്ക്കുകയോ അന്ധമായി എതിർക്കുകയോ ചെയ്യാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതാണ് ശരിയായ സമീപനം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ചിന്ത നമുക്ക് ഓർക്കാം. ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്. ഡ്രീം ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഇന്ത്യയുടെ ഊർജ്ജ സ്വാതന്ത്ര്യവും അത്തരമൊരു സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നത് ഇന്നത്തെ ശാസ്ത്രീയ തീരുമാനങ്ങളും നയങ്ങളുമാണ് നിർണ്ണയിക്കുക. E20 നല്ലതാണോ മോശമാണോ എന്നതിൽ ഒരൊറ്റ ഉത്തരമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഊർജത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. ആ ശ്രമം വിജയിക്കുമോ എന്നത് വരും വർഷങ്ങളിൽ പറയട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നന്ദി.